വളരെ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കന്നഡ പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വാക്കുകൾ കൊണ്ട് കന്നഡ പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. മലയാളം നിങ്ങൾക്കറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ കന്നഡ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ കണം സൂത്രത്തോടെ സ്പോക്കൺ കന്നഡ. എന്ത് സൂത്രം? കണം. ഈ കണം സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്നു വരുന്ന പേജിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? തീർച്ചയായും ചെയ്യേണ്ടുന്ന ജോലികളെ പറ്റി കന്നഡത്തിൽ എങ്ങനെ പറയും? തീർച്ചയായും ചെയ്യേണ്ടുന്ന ജോലികളെ പറ്റി എങ്ങനെയാണ് കന്നഡത്തിൽ പറയുന്നത്? നമുക്ക് എത്രയോ തരത്തിലുള്ള ജോലികളുണ്ട്. എന്നാൽ അവയിൽ എപ്പോഴോ ചെയ്യേണ്ട ജോലികൾ തീർച്ചയായും ചെയ്യേണ്ടിയിരുന്നവ തന്നെയാണ്. അവയെ പറ്റി കന്നഡത്തിൽ എങ്ങനെ പറയുമെന്നത് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കണം സൂത്രം. വാക്യത്തിൽ കണം എന്ന് വരുമ്പോൾ അത് തന്നെ പോകണം, വായിക്കണം, പഠിക്കണം, പാടണം, സംസാരിക്കണം തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ ബേക്കു എന്ന പദം ഉപയോഗിക്കണം. ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മ വെച്ചുകൊള്ളുക. പോകുക എന്നാൽ കന്നഡത്തിൽ പോകൂ. വായിക്കുക എന്നാൽ കന്നഡത്തിൽ ഓതു. പഠിക്കുക എന്നാൽ കന്നഡത്തിൽ കളിയൂ. പാടുക എന്നാൽ കന്നഡത്തിൽ ഹാഡു. സംസാരിക്കുക എന്നാൽ കന്നഡത്തിൽ മാതാടു. ഇവിടെയുള്ള ചാർട്ട് ശ്രദ്ധിച്ചു നോക്കുക. പോകൂ പ്ലസ്, ഓതു പ്ലസ്, കളിയു പ്ലസ്, ഹാഡു പ്ലസ്, മാതാടു പ്ലസ് ബേക്കു എന്ന് ചേർന്ന് വരുമ്പോൾ ആ വാചകങ്ങൾ എന്താകും? നമുക്ക് നോക്കാം. പോകൂ പ്ലസ് ബേക്കു എന്നാൽ പോകബേക്കു. ഓതു പ്ലസ് ബേക്കു എന്നാൽ ഓതബേക്കു. കളിയു പ്ലസ് ബേക്കു എന്നാൽ കളിയബേക്കു. ഹാഡു പ്ലസ് ബേക്കു എന്നാൽ ഹാഡബേക്കു. മാതാടു പ്ലസ് ബേക്കു എന്നാൽ മാതാടബേക്കു. പോകബേക്കു എന്നാൽ പോകണം. ഓതബേക്കു എന്നാൽ വായിക്കണം. കളിയബേക്കു എന്നാൽ പഠിക്കണം. ഹാഡബേക്കു എന്നാൽ പാടണം. മാതാടബേക്കു എന്നാൽ സംസാരിക്കണം. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നാണ് ഹോഗബേക്കു എന്നാൽ ഞാൻ പോകണം. നാണ് ഓതബേക്കു എന്നാൽ ഞാൻ വായിക്കണം. നാണ് കളിയബേക്കു എന്നാൽ ഞാൻ പഠിക്കണം. നാണ് ഹാഡബേക്കു എന്നാൽ ഞാൻ പാടണം. നാണ് മാതാടബേക്കു എന്നാൽ ഞാൻ സംസാരിക്കണം. ഞാൻ പോകണം എന്നാൽ നാണ് ഹോഗബേക്കു. ഞാൻ എന്നാൽ നാണ്, പോകണം എന്നാൽ ഹോഗബേക്കു. അപ്പോൾ ഞാൻ പോകണം എന്നാൽ കന്നഡത്തിൽ നാണ് ഹോഗബേക്കു. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, കന്നഡത്തിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5. 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? ഞാൻ പോകണം, ഞാൻ വായിക്കണം, ഞാൻ പഠിക്കണം, ഞാൻ പാടണം, ഞാൻ സംസാരിക്കണം. നിങ്ങൾക്കറിയാം, ഞാൻ എന്നാൽ കന്നഡത്തിൽ നാണ്, കണം എന്നാൽ ബേക്കു. അപ്പോൾ ഞാൻ പോകണം എന്നാൽ കന്നഡത്തിൽ നാന് ഹോഗബേക്കു. അതേപോലെ ഞാൻ വായിക്കണം എന്നാൽ കന്നഡത്തിൽ നാണ് ഓതബേക്കു.
ഞാൻ പഠിക്കണമെന്നാൽ കന്നഡത്തിൽ ನಾನು ಕಲಿಯಬೇಕು. ഞാൻ പാടണമെന്നാൽ കന്നഡത്തിൽ ನಾನು ಹಾಡಬೇಕು. ഞാൻ സംസാരിക്കണമെന്നാൽ കന്നഡത്തിൽ ನಾನು മാതാടಬೇಕು. പ്രയാസമൊന്നുമില്ലല്ലോ, എളുപ്പമായിട്ടുള്ളവ തന്നെയല്ലേ? ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? എളുപ്പത്തിൽ ഇങ്ങനെ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, കന്നഡത്തിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? ഞാൻ വായിക്കണം, ഞാൻ കാണണം, ഞാൻ കട്ടണം, ഞാൻ എഴുതണം, ഞാൻ നടക്കണം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ എന്നാൽ നാണ്, കണം എന്നാൽ ബേക്കു. ഞാൻ വായിക്കണം എന്നാൽ കന്നഡത്തിൽ നാണ് തിന്നബേക്കു. ഞാൻ കാണണം എന്നാൽ കന്നഡത്തിൽ നാണ് നോടബേക്കു. ഞാൻ കട്ടണം എന്നാൽ കന്നഡത്തിൽ നാണ് കട്ടബേക്കു. ഞാൻ എഴുതണം എന്നാൽ കന്നഡത്തിൽ നാണ് ബരയബേക്കു. ഞാൻ നടക്കണം എന്നാൽ കന്നഡത്തിൽ നാണ് നടയബേക്കു. എളുപ്പം തന്നെയല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നും തന്നെയില്ല. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, കന്നഡത്തിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ശ്രദ്ധിക്കുക, ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്. അവ ഏതെല്ലാം? ഞാൻ വായിക്കണം, ഞങ്ങൾ വായിക്കണം, നിങ്ങൾ വായിക്കണം, അവൾ വായിക്കണം, അവർ വായിക്കണം. ഇവിടെയുള്ള വാചകങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ എളുപ്പമായി തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്നാൽ നാണ്, വായിക്കണം എന്നാൽ ഓതബേക്കു. അപ്പോൾ ഞാൻ വായിക്കണം എന്നാൽ നാണ് ഓതബേക്കു. ഞങ്ങൾ എന്നാൽ നാവു, വായിക്കണം എന്നാൽ ഓതബേക്കു. അപ്പോൾ ഞങ്ങൾ വായിക്കണം എന്നാൽ കന്നഡത്തിൽ നാവു ഓതബേക്കു. നിങ്ങൾ എന്നാൽ നീവു, വായിക്കണം എന്നാൽ ഓതബേക്കു. അപ്പോൾ നിങ്ങൾ വായിക്കണം എന്നാൽ കന്നഡത്തിൽ നീവു ഓതബേക്കു. അവൻ എന്നാൽ അവനു, വായിക്കണമെന്നാൽ ഓതബേക്കു. അപ്പോൾ അവൻ വായിക്കണമെന്നാൽ കന്നഡത്തിൽ അവനു ഓതബേക്കു. അവൾ എന്നാൽ അവളു, വായിക്കണമെന്നാൽ ഓതബേക്കു. അപ്പോൾ അവൾ വായിക്കണമെന്നാൽ കന്നഡത്തിൽ അവളു ഓതബേക്കു. അവർ എന്നാൽ അവരു, വായിക്കണമെന്നാൽ ഓതബേക്കു. അവർ വായിക്കണമെന്നാൽ കന്നഡത്തിൽ അവരു ഓതബേക്കു. ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ വായിക്കണമെന്നാൽ കന്നഡത്തിൽ നാന് ഓതബേക്കു. ഞങ്ങൾ വായിക്കണമെന്നാൽ കന്നഡത്തിൽ നാവു ഓതബേക്കു. നിങ്ങൾ വായിക്കണമെന്നാൽ കന്നഡത്തിൽ നീവു ഓതബേക്കു. അവൻ വായിക്കണമെന്നാൽ കന്നഡത്തിൽ അവനു ഓതബേക്കു. അവൾ വായിക്കണമെന്നാൽ കന്നഡത്തിൽ അവളു ഓതബേക്കു. അവർ വായിക്കണമെന്നാൽ കന്നഡത്തിൽ അവരു ഓതബേക്കു. പ്രശ്നമൊന്നുമില്ലല്ലോ, എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള
മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? എളുപ്പത്തിൽ ഇങ്ങനെ ഓർമ്മ വെച്ചുകൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ബേക്കു സൂത്രത്തിന്റെ സഹായത്തോടെ കന്നഡത്തിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് മനസ്സിലാക്കി. അതേപോലെ ബേക്കു സൂത്രം വഴിയായി കന്നഡത്തിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ ബേക്കു സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ.